ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന അനേകം വേദഭാഗങ്ങളുണ്ട് നമ്മുടെ ഈ വേദപുസ്തകത്തിൽ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായവും സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 12-ഉം 14-ഉം അധ്യായങ്ങളും വെളിപ്പാട് പുസ്തകം മുഴുവനും കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും ഭാവികാല സംഭവങ്ങളെക്കുറിച്ചും തരുന്ന പ്രവചന ഭാഗങ്ങളാണ്. വേദപുസ്തകത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണ് എന്ന് ചില വേദവ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകമായി ചേർത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകമാണ് താനും. അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതി, ലേഖനങ്ങൾ എഴുതി, വെളിപ്പാട് പുസ്തകം എഴുതി. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനങ്ങൾ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന പുസ്തകങ്ങളാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1, 2, 3 ലേഖനങ്ങൾ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു. യോഹന്നാൻ ശ്ലീഹ എഴുതിയ വെളിപ്പാട് പുസ്തകം പ്രത്യാശയെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകമാണ്. പ്രത്യാശ. യോഹന്നാൻ സുവിശേഷമാകട്ടെ അത് വിശ്വാസത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള പുസ്തകമാണ്. സുവിശേഷം വിശ്വാസത്തെക്കുറിച്ച്, യോഹന്നാൻ ലേഖനങ്ങൾ സ്നേഹത്തെക്കുറിച്ച്, യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകം പ്രത്യാശയെക്കുറിച്ച്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം വേദപുസ്തകത്തിൽ ഏറ്റവും ഒടുവിലായി എഴുതിയ പുസ്തകമാണെന്നാണ് വേദവ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. സുവിശേഷം ചേർത്തിരിക്കുന്നത് വേദപുസ്തകത്തിൽ ഒടുവിലത്തെ പുസ്തകമായിട്ടല്ല, വെളിപ്പാട് പുസ്തകമാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒടുവിലത്തെ പുസ്തകമായി ചേർത്തിരിക്കുന്നത്. പക്ഷേ വെളിപ്പാട് പുസ്തകം എഴുതിയ AD 94, 95, 96 ആ വർഷങ്ങൾക്കും ശേഷം യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതിയെന്നും അങ്ങനെ യോഹന്നാൻ ശ്ലീഹ എഴുതിയ പുസ്തകങ്ങളിൽ സുവിശേഷ ഗ്രന്ഥമാണ് ഒടുവിലത്തെ പുസ്തകമെന്നും വേദപുസ്തകത്തിൽ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം യോഹന്നാൻ്റെ സുവിശേഷമാണ് എന്നും വേദവ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഈ യോഹന്നാൻ ശ്ലീഹ എഴുതിയ വെളിപ്പാട് പുസ്തകം ദൈവം തൻ്റെ ദാസന് കാണിച്ചു കൊടുത്ത അത്ഭുതകരമായ ചില ദർശനങ്ങളെ ആസ്പദീകരിച്ചുള്ളതാണ്. വളരെ വ്യക്തമായ ചില ദർശനങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേൾക്കുന്നു. യോഹന്നാൻ ശ്ലീഹ സ്വർഗീയ ഉന്നതങ്ങളിലേക്ക് കയറി ചെല്ലുന്നു. ദൈവത്തിൻ്റെ മഹത്വകരമായ സ്വർഗരാജ്യവും പുതിയ നഗരമായ യെരൂശലേമും, പുതിയ സിയോൻ നഗരവും നവ യെരൂശലേം പട്ടണം അത് ശോഭയുള്ള രാജധാനിയായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കാന്തയെ സ്വീകരിപ്പാൻ ഇറങ്ങി വരുന്നതുമായ കാര്യങ്ങളെല്ലാം പ്രത്യാശാകരമായ ദൂതുകൾ യോഹന്നാൻ ശ്ലീഹ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് കിട്ടിയത് വലിയൊരു നിധിയാണ്. വേദപുസ്തകം തന്നെ ഒരു നിധിയാണല്ലോ. വേദപുസ്തകം ദൈവശ്വാസീയമാണ്. വേദപുസ്തകം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകുന്നതുപോലെ വേദപുസ്തകം ദൈവശ്വാസീയമാണ്. ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന അനുഗ്രഹകരമായ ദൂതുകളാണ്. മനുഷ്യൻ ചേർത്തതല്ല, മനുഷ്യൻ കൂട്ടിച്ചേർത്തതല്ല. മനുഷ്യനൊന്നും അതിൽ നിന്ന് എടുത്തു കളയാൻ പാടില്ല. മനുഷ്യന് ഇതിലൊന്നും കൂട്ടിച്ചേർക്കാനും പാടില്ല. ഈ അടുത്തിടെ വായിച്ചത് വളരെ പ്രസിദ്ധനായൊരു സുവിശേഷകൻ വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടതായിട്ടാണ് വായിച്ചത്. വളരെ സങ്കടകരമായി പോയി. അദ്ദേഹത്തോട് കൂട്ടിയാർന്ന ചില സുവിശേഷകന്മാർ ഈ ഭാരതഭൂമിയിലുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭയങ്കരമാണ്. വേദപുസ്തകത്തിൽ മാറ്റം വരുത്തണമെന്നും വേദപുസ്തകത്തിലെ ആശയങ്ങൾ ഈ ആധുനിക കാലത്ത് പലതും യോജിച്ചതല്ല എന്നുമെല്ലാമുള്ള ചില നൂതന ചിന്താഗതികൾ ഉയർന്നു വരുന്നുണ്ട്. അതെല്ലാം അന്തിക്രിസ്തുവിൻ്റെ തന്ത്രങ്ങളാണ്, പൈശാചികൻ്റെ തന്ത്രങ്ങളാണ്. അന്തിക്രിസ്തു വെളിപ്പെടാറായിരിക്കുന്നു. അന്തിക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു വെളിപ്പെടാറായിരിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ ചില തന്ത്രങ്ങളാണ്, എതിർ ക്രിസ്തുവിൻ്റെ ചില സൂത്രങ്ങളാണ്, അവൻ്റെ ചില ഉപായങ്ങളാണ്.
ഇങ്ങനെ വേദപുസ്തകത്തിലെ ചില വാക്കുകൾ മാറ്റണമെന്ന്, ചില വാക്യങ്ങൾ മാറ്റണമെന്ന്, ചില ആശയങ്ങൾ മാറ്റണമെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. വേദപുസ്തകത്തിലുള്ളതായി 66 പുസ്തകങ്ങളിലുള്ള ഓരോ വാക്കും ഓരോ അക്ഷരവും ദൈവശ്വാസീയമാണ്. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ഒരുപക്ഷെ അതിൽ നോക്കുമ്പോൾ പലതും തെറ്റാണെന്ന് തോന്നിപ്പോകാം. ഒരുപക്ഷെ തർജ്ജമയിലെ തെറ്റുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ മൂലഭാഷയിൽ നേരെ നോക്കുമ്പോൾ അതിൽ തെറ്റുകൾ കാണുകയില്ല എന്നുള്ളതാണ് സത്യം. അത് ഒന്നൊന്നിന് വിരുദ്ധമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഇതിൽ തന്നെ ചില പ്രസ്താവനകളുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആശയഗതികളിലേക്കോ ചിന്താഗതികളിലേക്കോ നാം ആരും പോകരുത്, നാം ആരും വഴുതി പോകരുത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. വേദപുസ്തകത്തിലെ ഓരോ വാക്കും ഓരോ അക്ഷരവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന സ്വർഗീയ വചനങ്ങളാണ്. എല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം എന്തിനാണ് താൻ ഈ സുവിശേഷം എഴുതിയത് എന്ന്. നമുക്ക് വായിക്കാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്നത്, ഈ വചനം എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ജീവൻ ലഭിപ്പാൻ, മനുഷ്യന് ആന്തരാത്മാവിൽ ജീവൻ പ്രാപിപ്പാൻ, മനുഷ്യന് ആത്മാവിൽ ചൈതന്യം പ്രാപിപ്പാൻ, അത് മാത്രം ലക്ഷ്യമാക്കിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആരെഴുതി? പരിശുദ്ധാത്മാവ് എഴുതി. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിൽ തൻ്റെ പ്രവാചകന്മാരിൽ നിന്നുകൊണ്ട് പലതും എഴുതിക്കുകയും പറയിക്കുകയും ചെയ്തിട്ടുണ്ട്. 312 ബാബാമാർ കൂടി എഴുതിയുണ്ടാക്കി നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ 3-ാം ഖണ്ഡികയിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനുള്ള ഏക വിശുദ്ധ റൂഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവനുള്ള ഏക വിശുദ്ധ റൂഹ നബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും നാവുകളിൽ കൂടി സംസാരിക്കുന്നവനാണ്. നബിയന്മാർ, പ്രവാചകന്മാർ, നബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും നാവുകളിൽ കൂടി സംസാരിക്കുന്നവനാണ്. സകലത്തെയും ജീവിപ്പിക്കുന്നതിനായ കർത്താവാണ്. പിതാവിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നതായ പിതാവിനോട് സമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ്, പിതാവിനോടും പുത്രനോടും കൂടെ സ്തുതിക്കപ്പെട്ട് വന്ദിക്കപ്പെടുന്നവനാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും നാവുകളിൽ കൂടി സംസാരിക്കുന്നവനാണ്. നബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും നാവുകളിൽ കൂടി സംസാരിക്കുന്ന പരിശുദ്ധ റൂഹ ഈ പുസ്തകത്തിലെ വാക്കുകളൊക്കെ എഴുതിയിരിക്കുന്നു. ഇതിൽ നിന്നാരും എടുത്തു മാറ്റാൻ പാടില്ല, ആരും ഇതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാനും പാടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇപ്രകാരമാണ് പറയുന്നത്: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അത് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നുവെന്ന്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്, ഇത് കേൾക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്, വായിച്ച് കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്, ഇതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങളാണ് ഈ വാക്കുകളിൽ നാം കാണുന്നത്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ വാക്യങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ. ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, കേൾക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവയിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തെ അനുവർത്തിക്കാൻ നമുക്ക് തീർച്ചയായും ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ഭാഗ്യകരമായ കാര്യമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒടുവിലത്തെ പുസ്തകത്തിൽ നാം കാണുന്നതാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനെ വരുത്തും. ഇതിനോടാരും കൂട്ടാൻ പാടില്ല. ഈ പുസ്തകത്തിലെ കാര്യങ്ങളിലൊന്നും കൂട്ടിച്ചേർക്കാൻ ആർക്കും അവകാശമില്ല, അതിനാർക്ക് അധികാരമില്ല. അഥവാ കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളൊക്കെയും അവന് വരും. അതാണ് പറഞ്ഞത്. ഈ പുസ്തകത്തിൽ ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും വലുത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും.
ഭയങ്കരമാണ്. ഇതിൽ നിന്ന് ആരും നീക്കാൻ പാടില്ല. ഈ പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും നീക്കിക്കളഞ്ഞാൽ അവന് ശിക്ഷ വരും, അവന് കിട്ടേണ്ട അനുഗ്രഹം നഷ്ടപ്പെടും. അത് പറഞ്ഞത് ഈ പ്രവചന പുസ്തകത്തിലെ 19 വാക്യം വായിക്കാം. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അവനുള്ള അംശം, അവനുള്ള ഷെയർ, അവനുള്ളതായ അനുഗ്രഹത്തിൻ്റെ ഭാഗം ദൈവം നീക്കിക്കളയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല, ഒന്നും മാറ്റിക്കളയാനും പാടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആധുനിക കാലത്ത് ചില ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ, ദൈവവേലക്കാരെന്ന് അവകാശപ്പെടുന്നവർ ഈ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ മാറ്റണമെന്ന് അഭിപ്രായപ്പെട്ടത് ഈയിടെ കാണുകയുണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. സങ്കടകരമായി പോയി, ഒരുപക്ഷെ ലജ്ജാകരമായി പോയി, അല്പം വേദനാകരമായി പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ നിങ്ങൾ ദയവായി ഇങ്ങനെയുള്ളതായ ഉപദേശ പെശകുകളിലേക്ക് തിരിഞ്ഞു പോകരുത് എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഉപദേശ പെശകുകളിലേക്കും അതുപോലുള്ളതായ ആശയ വൈരുദ്ധ്യങ്ങളിലേക്കും നിങ്ങളുടെ മനസ്സ് ചാഞ്ഞു പോകരുത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കും ഓരോ അക്ഷരവും പൂർണ്ണമായും സത്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാമോ, യോനായുടെ പുസ്തകത്തിൽ ഒരു മഹാമത്സ്യം യോനായി വിഴുങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നു. എത്രയോ കാലം യോനായെ ഒരു മത്സ്യം വിഴുങ്ങി എന്നുള്ളത് സത്യമായിരിക്കുകയില്ല, അത് ആലങ്കാരിക ഭാഷയിൽ എഴുതിയതായിരിക്കും എന്നെല്ലാം വേദപണ്ഡിതന്മാർ പോലും പറഞ്ഞിരുന്നു. അതങ്ങനെ ഒരു മത്സ്യത്തിൻ്റെ ഒരാൾ വിഴുങ്ങാൻ പറ്റുകയില്ലെന്നും, ആ മത്സ്യത്തിന് അത് വിഴുങ്ങിയാൽ തന്നെ, ഏതെങ്കിലും വലിയൊരു മഹാമത്സ്യം വിഴുങ്ങിയാൽ തന്നെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം ഒരാൾ ജീവനോടെ കിടക്കുകയില്ല എന്നും ശാസ്ത്രജ്ഞന്മാർ പോലും പറയുകയുണ്ടായി. എന്നാൽ 1967 നോർവേയുടെ സമുദ്ര തീരത്ത് അവിടെ ഒരു മഹാമത്സ്യത്തെ, ചത്ത മത്സ്യത്തെ കണ്ടെത്തി. ചത്ത മത്സ്യം. 2 പേര് മീൻ പിടിക്കാൻ പോയി. അവർ പോയ ബോട്ട് മുങ്ങി. അവരെ കണ്ടില്ല, തിരഞ്ഞിട്ടും കണ്ടില്ല. ഏതാനും ദിവസം കഴിഞ്ഞ് കരയ്ക്ക് ഒരു മഹാമത്സ്യം ചത്തടിഞ്ഞു. അങ്ങനൊരു മത്സ്യം സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തുണ്ട് എന്ന് അതുവരെയും ശാസ്ത്രജ്ഞന്മാർ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു മത്സ്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഒരു മഹാമത്സ്യം നമ്മുടെ ഭൂമിയിലുള്ള ഒരാനയുടെ ഏതാണ്ട് ഒരു 36 ഇരട്ടി വലിപ്പം. ഭയങ്കരമാണത്. അപ്പോൾ എന്ത് വലിപ്പമായിരിക്കും? ഒരാനയുടെ 36 ഇരട്ടി വലിപ്പം. ആ മഹാജീവി അത് കരയ്ക്കടിഞ്ഞു. അതിൻ്റെ വയറ് വളർന്ന് നോക്കിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ 2 മീൻപിടുത്ത തൊഴിലാളികൾ അതിനകത്തിരിക്കുന്നു. മത്സ്യത്തെ പരിശോധിച്ചപ്പോൾ അവർ ജീവനോടിരിക്കുന്നു മനസ്സിലായി. മത്സ്യത്തെ പരിശോധിച്ചപ്പോൾ അവർ ജീവനോടിരിക്കാൻ കാരണം പ്രാണവായു ഉള്ള ഒരു ബ്ലാഡർ, ഓക്സിജൻ ബ്ലാഡർ അതിനകത്തുണ്ട് എന്ന് മനസ്സിലായി. ആ മത്സ്യത്തിൻ്റെ ആമാശയത്തോട് ചേർന്ന് ഒരു വലിയ ഓക്സിജൻ ബ്ലാഡർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓക്സിജൻ ബ്ലാഡർ ആമാശയത്തിനോട് ചേർന്ന് ഉണ്ട് എന്ന് അതുവരെയും ശാസ്ത്രജ്ഞന്മാർ അറിഞ്ഞിരുന്നില്ല. ഈ ഓക്സിജൻ ബ്ലാഡറിൽ നിന്ന് ആമാശയത്തിൽ ചെന്ന് മനുഷ്യരെ ശ്വാസോച്ഛ്വാസം ചെയ്തിരുന്നു. അവരെ കരയ്ക്ക് കൊണ്ടുവന്നു. അവരെ ശീതീകരണ മുറികളിൽ അവരെ പരിചരിച്ചു. പിന്നീട് അവരെഴുന്നേറ്റ് നടക്കുകയും പിന്നീട് പ്രവർത്തിക്കുകയും ചെയ്തു. അന്നത്തെ ലൈഫ് മാഗസിനിൽ ഈ വാർത്ത വന്നത് ഞാൻ വായിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, എന്ന് പറയാൻ കാരണം മനുഷ്യന് അവൻ്റെ ജ്ഞാനത്തിൻ്റെ അറിവിനത്തോലെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. നിത്യനായ ദൈവത്തിൻ്റെ മഹാജ്ഞാനത്തിൽ മനുഷ്യൻ്റെ ജ്ഞാനം എത്രയോ നിസ്സാരം. തെറ്റ് എന്ന് മനുഷ്യൻ കാണുന്നത് ശരി എന്ന് വേദപുസ്തകത്തിലുണ്ടെങ്കിൽ അത് സത്യം തന്നെ. അത് നാം വിശ്വസിച്ചാൽ ഭാഗ്യം. നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം അത് ഭൂമിയിൽ ആ ഭാഗത്ത് മാത്രം ഉണ്ടായതാണ് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ തന്നെ, ആർക്കിയോളജിസ്റ്റ്, ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ, ഭൂഖനന ഗവേഷകന്മാർ, അവരെല്ലാം വിചാരിച്ചിരുന്നു അത് ആ പ്രദേശങ്ങളിൽ മാത്രമുള്ള ഒരു വെള്ളപ്പൊക്കമായിരുന്നുവെന്ന്. എന്നാൽ ഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളായ ചില പർവ്വതത്തിൻ്റെ കുന്നുകളിൽ, കൊടുമുടികളിൽ മത്സ്യങ്ങളുടെ അസ്ഥിപഞ്ജരം പിന്നീട് കണ്ടെടുക്കുകയുണ്ടായി. റഷ്യയുടെ വടക്കുള്ള സൈബീരിയൻ പ്രദേശത്തെ മഞ്ഞുമലകളിൽ അസ്ഥിപഞ്ജരം കണ്ടെടുത്തു. മീനിൻ്റെ അസ്ഥികൂടം. അവിടെ മീനിൻ്റെ അസ്ഥികൂടം എങ്ങനെ വരും? ഒരു കാലത്ത് അവിടെ വെള്ളം പൊങ്ങിക്കിടന്നിരുന്നു എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ വചനമോ എല്ലാം തികഞ്ഞതാണ്.
ഞാൻ ചിലത് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ കാൽ എണ്ണയിൽ മുക്കുമെന്ന് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. എണ്ണയിൽ കാൽ മുക്കും. അവൻ മരുഭൂമിയിൽ നിന്ന് മണലാരണ്യത്തിൽ നിന്ന് അവൻ വലിച്ചെടുക്കും, സമ്പത്ത് വലിച്ചെടുക്കുമെന്ന്. ഇതെല്ലാം ഞാൻ ഇതിനു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുമായിരിക്കും. അത് എണ്ണയുടെ ശേഖരം ഗൾഫ് രാജ്യങ്ങളിൽ മണലാരണ്യത്തിൻ്റെ അടിയിൽ കിടപ്പുണ്ട് എന്ന് മനുഷ്യൻ അറിയുന്നത് വേദപുസ്തകത്തിൽ ഈ വാക്യം വെച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ ഖനനം ചെയ്ത് എണ്ണ കണ്ടെടുത്തത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പൂർണ്ണമാണ്. ദൈവത്തിൻ്റെ വചനം ശക്തിയുറ്റതാണ്. ദൈവത്തിൻ്റെ വചനം ജീവദായകമാണ്. അത് മുഴുവൻ വിശ്വസിക്കാൻ സാധിച്ചാൽ ഭാഗ്യം. വെളിപ്പാട് പുസ്തകമാണ് നാം ഇപ്പോൾ വായിച്ച വേദഭാഗം ഉൾക്കൊള്ളുന്നതായ ഭാഗം. കർത്താവായ യേശുവിൻ്റെ വരവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കുമെന്നാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത്. അത് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നാളെന്ന് അഴുകുകയും നിങ്ങൾ അറിയായതുകൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പീന്ന് കർത്താവ് പറഞ്ഞതായി ലൂക്കോസിന് ശേഷം 12-ാം അധ്യായത്തിൽ നാം കാണുന്നു. നാളെന്ന് അഴുകി നിങ്ങൾ അറിയായികയാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം പറയുന്നത് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകുമെന്നാണ്. ആകാശം കൊടുമുഴക്കം, വലിയൊരു കൊടുമുഴക്കം ഉണ്ടാകുമെന്നാണ്. എന്താണ് ആർക്കറിയാം? എന്താണ് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ. ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. നനച്ചിരിയാത്ത സമയത്ത് യേശു ക്രിസ്തു വീണ്ടും വരും. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു ക്രിസ്തു വീണ്ടും വരും. യേശു ക്രിസ്തു രണ്ടാമത്തെ വരവ് എപ്പോഴെന്ന് നമുക്കാർക്കും നിർണ്ണയിക്കാൻ വയ്യ. അതുകൊണ്ട് എപ്പോഴും ഉണർന്നിരിപ്പീൻ എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ശ്രീഹായ്ക്കുണ്ടായ വെളിപ്പാട് 16-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഞാൻ കള്ളനെ പോലെ വരും. അപ്രതീക്ഷിതമായ സമയത്ത് ഞാൻ വരും. അവിചാരിത സമയത്ത് ഞാൻ വരും. ആകസ്മികമായി ഞാൻ വരും. ആർക്കും നനയ്ക്കാൻ പറ്റുകയില്ല, ആർക്കും ഊഹിക്കാൻ പറ്റുകയില്ല. യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ശിഷ്യന്മാർക്ക് വലിയ പ്രത്യാശയായിരുന്നു. അവൻ പിന്നെയും വരും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ഞാൻ പോയി നിങ്ങൾക്ക് ഭവനം പണിതാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, അനേകർ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നില്ല. ക്രിസ്തു വീണ്ടും വരുമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നില്ല. വീണ്ടും ഞാൻ പറയട്ടെ, നീപ്പാളിലെ ഭൂകമ്പത്തിന് സമയത്ത് ആ ഭൂകമ്പം ഉണ്ടായി എന്ന് കഴിഞ്ഞപ്പോഴല്ലേ ആളുകൾ ഞെട്ടലോടെ ആ സത്യം ഗ്രഹിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്തതുണ്ടായി. അങ്ങ് സുനാമി തിരകൾ കേരളക്കരയിൽ പെരുമ്പറമുറക്കി കൊണ്ട് വന്നപ്പോൾ അന്ന് സുനാമി തിരകൾ വരുന്നുവെന്ന് അത് വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾ അറിയുന്നത്. മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. എന്താണ് സംഭവിക്കുന്ന ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആർക്കും അറിയാൻ വയ്യ എപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. നനച്ചിരിയാ സമയത്ത് അത് സംഭവിക്കും. കർത്താവായ യേശു വീണ്ടും വരും. അപ്പോസ്തലന്മാർ പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞു, പഴയ നിയമകാല പ്രവാചകന്മാർ പറഞ്ഞു, പുതിയ നിയമകാല അപ്പോസ്തലന്മാർ പറഞ്ഞു, കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ സമയത്ത് മാലാഖമാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് അന്ന് മാലാഖമാർ അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. വെള്ളവസ്ത്രധാരികളായ മാലാഖമാർ നിന്നുകൊണ്ട് പറഞ്ഞു, ആകാശമധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നോക്കി മുകളിലോട്ട് നോക്കി അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. യേശു എവിടെ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്തുവോ അവിടെ തന്നെ കർത്താവ് വീണ്ടും വരുമെന്ന്. ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. അതുകൊണ്ട് ഒലിവുമലയിൽ തന്നെ വീണ്ടും വരുമെന്ന്. അതുകൊണ്ടാണ് സഖരിയ പ്രവാചന പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ്റെ കാൽ ഒലിവുമലയിൽ നിൽക്കുമെന്ന്. കർത്താവ് ഒലിവുമലയിൽ നിന്ന് കാൽ ചവിട്ടും. ഒലിവുമല രണ്ടായി പിളർന്നു പോകും. വായിക്കാം. അന്നാളിൽ അവൻ്റെ കാല് യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. നാളിൽ അവൻ്റെ കാല് യെരുശലേമിനെതിരെയുള്ള കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും.
ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. ഒരു താഴ്വര, ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. വലിയ കുന്ന് ഒലിവുമല, അവിടെ ഒരു താഴ്വരയുണ്ടാകും. അപ്രതീക്ഷിതമായി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ ഭൂതലത്തിൽ പല മാറ്റങ്ങൾ വരുന്നില്ലേ? ഭൂമിയിൽ വന്ന ഭൂകമ്പം മൂലം എവറസ്റ്റ് കൊടുമുടി അതിൻ്റെ പൊക്കം അല്പം കുറഞ്ഞു, അതിൻ്റെ സ്ഥാനവും അല്പം മാറിയെന്ന് നിങ്ങൾക്കറിയാമോ? ആ സുനാമി തിരകളുണ്ടായതിനു ശേഷം ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ ചില ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായിപ്പോയി. ഇപ്പോഴും വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ അനേകം കെട്ടിടങ്ങളുള്ള ചില ഭാഗങ്ങൾ ഇന്ന് വെള്ളത്തിനടിയിലാണ്. ദൈവത്തിന് സ്തോത്രം. മാലി ദ്വീപിൻ്റെ ചില ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായിപ്പോയി. വെള്ളത്തിനടിയിലായിപ്പോയ ഭാഗങ്ങൾ ഇതുവരെയും ആ വെള്ളം മാറിയിട്ടില്ല. അവിടെ സമുദ്രം പൊങ്ങി, അവിടെ വെള്ളം പൊങ്ങി, അവിടെ ചില ഭാഗങ്ങൾ ഇന്നും വെള്ളത്തിനടിയിലായി കിടക്കുന്നു. ഈ ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. എങ്ങനെയെല്ലാമാണ് ആർക്കറിയാം? നമുക്കറിഞ്ഞുകൂടാ. യേശു വീണ്ടും വരും. വായിച്ചതെന്താണ്? ഞാൻ കള്ളനെ പോലെ വരും, തൻ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ഉടുപ്പ് കാത്തുകൊള്ളണം. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന് ഉടുപ്പ് നഷ്ടപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ്റെ വസ്ത്രം ഉരിഞ്ഞുപോയി, അവൻ നഗ്നനായിപ്പോയി. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദ്യ മനുഷ്യൻ നഗ്നനായപ്പോൾ അവൻ്റെ ബുദ്ധിയിൽ അവൻ നഗ്നത മറയ്ക്കാൻ അത്തിയില കൂട്ടി തുന്നി. പക്ഷെ അതുകൊണ്ട് മറയുന്നതല്ല നഗ്നത. അത്തിയില കൂട്ടി തുന്നി ഉടുത്തു എന്നുള്ളതുകൊണ്ട് നഗ്നത മറയുകയില്ല. കാരണം അവന് നഗ്നത മറച്ചിരുന്നത് ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ദൈവത്തിൻ്റെ തേജസ് നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു നല്ല കാലം നിങ്ങൾ കിട്ടിയിരുന്നുവോ? മാനസാന്തരപ്പെട്ട കാലത്ത്, നിങ്ങൾ ജീവിതം ക്രിസ്തുവിന് കൊടുത്ത കാലത്ത് ഒരു വലിയൊരു കൃപ നിങ്ങളെ പൊതിഞ്ഞിരുന്ന് നിങ്ങൾക്ക് അനുഭവമായിരുന്നില്ലേ? അന്ന് വലിയൊരു സ്നേഹം നിങ്ങളെ പൊതിഞ്ഞിരുന്ന് നിങ്ങൾക്ക് അനുഭവമായിരുന്നില്ലേ? ആ ആദിമ സ്നേഹം, ദൈവത്തിൻ്റെ തേജസ് നിങ്ങളെ പൊതിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ പൊതിഞ്ഞിരുന്നു. ആ കൃപയുടെ തേജസ്സിൽ നിങ്ങൾ മറഞ്ഞിരുന്നു. അന്ന് ദേഷ്യം വരുന്നില്ല, അന്ന് ആരോട് നീരസം വരുന്നില്ല, അന്ന് പരിഭവം വരുന്നില്ല, ആരോടും പിണക്കം വരുന്നില്ല, അശുദ്ധ വികാരങ്ങൾ വരുന്നില്ല, അശുദ്ധ ചിന്തകൾ വരുന്നില്ല. അങ്ങനെ ഒരു നല്ല കാലം ഓർമ്മയില്ലേ? ദൈവത്തിന് സ്തോത്രം. എത്രയോ കാലങ്ങൾ നിലനിന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അന്ന് ആ കാലത്ത്, ആത്മാവിൻ്റെ ആ നിറവിൻ്റെ കാലത്ത്, ആദിമസ്നേഹത്തിൻ്റെ കാലത്ത്, അന്ന് നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ഏങ്ങലടിച്ചു തുടങ്ങും. നിങ്ങൾ ദൈവമക്കളെ ആരെയെങ്കിലും കാണുമ്പോഴേക്കും നിങ്ങളുടെ കണ്ണ് നിറയും. ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവമക്കളെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളം വിതുമ്പും. എന്താണ്? കരച്ചിലല്ല, സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ കണ്ണുനീരാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ അങ്ങനൊരു കാലം? എന്തൊരു സന്തോഷമായിരുന്നൊരു സ്നേഹമായിരുന്നു, എന്തൊരു കൃപയായിരുന്നു, എന്തൊരു ശക്തിയായിരുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കാമോ അങ്ങനെയുള്ള കാലം കിട്ടിയത്? ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. എനിക്ക് ആ സ്നേഹം കിട്ടിയോ? അങ്ങനെ അന്ന് ഞാനൊരു വലിയ ആത്മാവിന് നിർവൃതി അനുഭവിച്ചിരുന്നൊരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നും നിങ്ങളെ തൊട്ടിരുന്നില്ല, ആകുലങ്ങൾ നിങ്ങളെ സ്പർശിച്ചിരുന്നില്ല, ആവലാദികൾ നിങ്ങളെ തൊട്ടിരുന്നില്ല. എന്തൊരു ശക്തിയുടെ കാലങ്ങൾ! എന്നാൽ കർത്താവ് എന്ന് പറയുന്നു, നിങ്ങൾ ആ ശക്തിയുടെ കാലങ്ങൾ മടക്കി വാങ്ങുവീനെന്ന്. ആ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും കാലങ്ങൾ നിങ്ങൾ മടക്കി വാങ്ങുവീൻ. സന്തോഷത്തിൻ്റെ കാലങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വരുവീൻ. വരാം, ഇന്ന് വരാം. ഒറ്റയ്ക്കൊരു കാര്യം മതി: പാപത്തെയോർത്ത് നെടുവീർപ്പിടുക, പാപത്തെയോർത്ത് അനുദപിക്കുക, നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിലെ സ്നേഹവും എൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയും മടക്കി തരണമേ. കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വിശുദ്ധിയും മടക്കി തരണമേ. എന്നെ നിൻ്റെ അരുമ പൈതലാക്കി നീ മാറ്റണമേ. നിൻ്റെ ഓമന പുത്രനാക്കി മാറ്റണമേ. നിൻ്റെ ആരോമൽ പുത്രിയായി മാറ്റണമേ. നാഥ, എന്നെ നിൻ്റെ തിരുമാറോട് അടക്കി പിടിക്കണമേ. കർത്താവേ, എനിക്കത് മതി. ആ സ്നേഹത്തിൻ്റെ നിർവൃതിയിൽ എനിക്ക് ലയിച്ചാൽ മതി. ആ സ്നേഹത്തിൽ എനിക്ക് അലിഞ്ഞാൽ മതി. നാഥ, എൻ്റെ മേൽ നിന്റെ തക്കരം വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, എൻ്റെ ഈ മക്കൾ ഈ കേട്ട വചനങ്ങൾ ഓരോന്നും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുവാനും ആത്മാവിൻ്റെ സ്നേഹത്തിലേക്കും ആത്മാവിൻ്റെ വിശുദ്ധിയിലേക്കും മടങ്ങി വരുന്നതായ വാഞ്ച ലഭിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തഴുകണമേ കർത്താവേ. ആ ദിവസ്നേഹത്തിൻ്റെ മധുരമയിലേക്ക് എല്ലാവരെയും ആനയിക്കണമേ കർത്താവേ. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.